ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ അറിയിക്കാനാണ് ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾ വീട്ടിൽ കറണ്ട് ഉപയോഗിക്കുന്നില്ലേ? ആ കറണ്ട് നിങ്ങൾ അറിയാതെ കൂടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ സംശയം ഈ വീഡിയോ കണ്ടാൽ തീരും. അതായത് നമ്മൾ സാധാരണ ഒരു വീട്ടിലെ ഒരു മോട്ടർ, ഒരു ഫ്രിഡ്ജ്, ഒരു മിക്സി, ഒന്നോ രണ്ടോ ഫാന്, രണ്ടോ മൂന്നോ ലൈറ്റ്, മൂന്നോ നാല് ലൈറ്റ് ഉണ്ടാവും, അതുപോലെ ഒരു ടി വി. അപ്പോൾ ഇത്രയും വരുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉള്ള വീടുകളിൽ ഏകദേശം 150 മുതൽ 250 വരെ യൂണിറ്റ് കറണ്ട് വരാനുള്ള സാധ്യത ഉണ്ട്. ചില വീടുകളിൽ കൺട്രോൾ ചെയ്താൽ കൂടെ 100-120 യൂണിറ്റ് മാത്രമേ വരൂ. കാരണം പകൽ ജോലിക്ക് പോകുന്നത് കൊണ്ട് പകൽ അത്ര ഉപയോഗം ഉണ്ടാവില്ല. വൈകുന്നേരം മാത്രമേ ഉപയോഗം ഉണ്ടാവും. അത് ഒരു 3-4 മണിക്കൂർ ഉപയോഗം ഉണ്ടാവും. പിന്നെ കാലത്തെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്ത് ഉപയോഗിച്ചിട്ടും കറണ്ട് യൂണിറ്റ് കൂടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ സംശയം ഈ വീഡിയോ കണ്ടാൽ തീരും. അതുപോലെ കറണ്ട് ബില്ല് വരുമ്പോൾ നമ്മൾക്ക് വരുന്നത് ഏകദേശം 1500, 2000, 2500 രൂപ വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഞാൻ പറയുന്ന ഈ എർത്താണ്. എർത്ത് വഴി കറണ്ട് ഭൂമിയിലേക്ക് വലിക്കുന്നുണ്ട്. അന്നേരം എന്താവും? കറണ്ട് ബില്ല് കൂടും, യൂണിറ്റ് കൂടും. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് വരുന്ന കറണ്ട് ബില്ല് എത്രയാണോ അത് നിങ്ങൾ എന്ത് ചെയ്യും? സമയമില്ലാത്ത കാരണം പോയി ചോദിക്കാനൊന്നും നിങ്ങൾ പോകില്ല. ആരടിക്കും ഇ ബി ഓഫീസിലും പോകില്ല, നിങ്ങൾ ആരോടും ചോദിക്കില്ല പലവരും. പക്ഷേ ഇങ്ങനെയുള്ള ഒരു ടെസ്റ്റ് നിങ്ങൾ തന്നെ നിങ്ങളുടെ വീടുകളിൽ ചെയ്യാൻ പറ്റും. എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. എന്താണ് അനുഭവം? ഒരു ദിവസം രാവിലെ, അതായത് 10 ദിവസം മുന്നേ ഞാൻ വെറുതെ ഒന്ന് മീറ്റർ പോയി നോക്കിയതാ കാലത്തെ. അപ്പോൾ നോക്കുന്ന സമയത്ത് അവിടെ മീറ്ററിന്റെ മേലെ ഒരു റെഡ് ഫ്ലാഷ് ലൈറ്റ് ഫാസ്റ്റ് ആയിട്ട് കെടുകയും കത്തുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ കെടുകയും കത്തുകയും ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിന്റെ സ്പീഡ്, നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഉപകരണത്തിന്റെ വാട്ട്സ് ജാസ്തി ഉള്ളതാണെങ്കിൽ അതിന്റെ ഫ്ലാഷ് ലൈറ്റ് കെടുകയും കത്തുകയും ചെയ്യുന്നത് സ്പീഡായിട്ട് കെടുകയും കത്തുകയും ചെയ്യും. ഇല്ല, നമ്മൾ ഒന്നും ഉപയോഗിക്കുന്നില്ല, നോർമലാണ്, ഒരു ഫ്രിഡ്ജ് മാത്രമേ ഓടുന്നുള്ളൂ എങ്കിൽ ഏകദേശം ഒരു 15 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമേ ആ ഒരു ഫ്ലാഷ് ലൈറ്റ് കത്തി അണയുകയുള്ളൂ. ഇതാണ് അതിൻ്റെ ഇത്. സപ്പോസ് നിങ്ങൾ മോട്ടർ ഇടുന്നതാണെങ്കിൽ, വെള്ളം അടിക്കാനുള്ള മോട്ടർ ഇടുന്നതാണെങ്കിൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ട്, അതായത് 3-4 സെക്കൻഡിൽ ഒരു ഫ്ലാഷ് ഉണ്ടാവും. പിന്നെ വീണ്ടും അടുത്ത 4 സെക്കൻഡിൽ ഒരു ഫ്ലാഷ്, ഇങ്ങനെ അടിക്കും. അതേ സമയത്ത് 2-3 ഫാനും ഫ്രിഡ്ജ് മിക്സിയും നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ ആ ഫ്ലാഷ് ലൈറ്റ് ഓരോ 2 സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ 3 സെക്കൻഡിലും കത്തി അണയും. ഫ്ലാഷ് ബൾബ് കത്തും, ബൾബ് അണയും. അതായത് ഫ്ലാഷ് ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ആ ഫ്ലാഷ് ലൈറ്റ് കത്തുകയും അണയുകയും ഫാസ്റ്റായിട്ട് കത്തുകയും അണയുകയും ചെയ്യും. അപ്പോൾ ഒരു ദിവസം രാവിലെ പോയി നോക്കിയ സമയത്ത് എന്തായി? ഫാസ്റ്റായിട്ട് ഈ ലൈറ്റ് കത്തുന്നത് കണ്ടു. അപ്പോൾ ആ സമയത്ത് ഫ്രിഡ്ജും ഒരു ഫാനും മാത്രമേ ഓടുന്നുണ്ടായിരുന്നുള്ളൂ. അത് ഇത്ര സ്പീഡിൽ ഈ ലൈറ്റ് കത്തേണ്ട ആവശ്യമില്ല. ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് ഡൗട്ട് വന്നതിന് ശേഷം ഉടനെ ഉള്ളിലുള്ള മെയിൻ ബോർഡിലുള്ള എല്ലാ സ്വിച്ചും ഓഫ് ചെയ്തു, മെയിനും ഓഫ് ചെയ്തു. ഉള്ളിലേക്ക് ഒരു കണക്ഷനും ഈ മെയിൻ മീറ്ററിൽ നിന്ന് ഉള്ളിലേക്ക് വരുന്നില്ല. അപ്പോൾ ഓഫ് ചെയ്തപ്പോൾ ഈ റെഡ് ലൈറ്റ് വീണ്ടും അത് ഓണാവുന്നു, കത്തുന്നു, ഓഫാവുന്നു, കത്തുന്നു, ഓഫാവുന്നു, കത്തുന്നു. അപ്പോൾ ഇതിനർത്ഥം ഈ ബോർഡിൽ നിന്ന് ഭൂമിയിലേക്ക് കറണ്ട് പാസ്സാകുന്നുണ്ട് എന്നാണ് അർത്ഥം. കാരണം ഉള്ളിലേക്ക് പോകുന്ന ലൈനെ ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ കട്ട് ചെയ്തത് കൊണ്ട് ഉള്ളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഈ ബോർഡിൽ നിന്ന് താഴേക്ക് എർത്തിലേക്ക് കറണ്ട് പോകുന്നുണ്ട് എന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഉടനെ ഇ ബി ഓഫീസിലേക്ക് ഫോൺ ചെയ്തു. അവര് രാവിലെ വിളിച്ചപ്പോൾ വൈകുന്നേരം വന്ന് ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഈ ബോർഡിൽ നിന്ന് താഴേക്ക് ഭൂമിയിലേക്ക് കറണ്ട് പാസ്സാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഫ്ലാഷ് ലൈറ്റ് നിങ്ങൾക്ക് ഉള്ളിലുള്ള ഓഫ് ചെയ്തതിന് ശേഷവും ഈ ലൈറ്റ് കത്തുന്നത് അതുകൊണ്ടാണ് എന്ന് അവർ പറഞ്ഞു. അവർ ചെക്ക് ചെയ്ത് നോക്കി, ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഈ ബോർഡിൽ നിന്നും താഴേക്ക് ഭൂമിയിലേക്ക് കറണ്ട് പാസ്സാകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്തായി?
കറണ്ട് യൂണിറ്റും കൂടി, ബില്ല് എമൗണ്ടും കൂടി. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്കും ഇതുപോലെ യൂണിറ്റ് കൂടുന്നുണ്ടോ എന്ന് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുക. വീട്ടിലുള്ള എല്ലാ സ്വിച്ചും ഓഫ് ചെയ്തിട്ട്, അതുപോലെ സ്വിച്ചും, അതായത് ഈ ബോക്സ് പോലെ ഈ കാണുന്നില്ലേ, ഈ സ്വിച്ച് ബോർഡും എല്ലാം ഓഫ് ചെയ്തിട്ട് പുറത്ത് വന്നിട്ട് ഈ ലൈറ്റ് കത്തുന്നുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കുക. കത്തുന്നുണ്ടെങ്കിൽ അത് ഭൂമിയിലേക്ക് കറണ്ട് പാസ്സാകുന്നുണ്ട് എന്ന് അർത്ഥം. ഇല്ല, നിങ്ങൾ എല്ലാം ഓഫ് ചെയ്തിട്ടും കറണ്ട് ഈ ലൈറ്റ് കത്തുന്നില്ലെങ്കിൽ 1-2 മിനിറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ടും ഈ ഫ്ലാഷ് ലൈറ്റ് കത്തുന്നില്ലെങ്കിൽ ബോർഡ് ഓക്കെ, സ്വിച്ചും എല്ലാം ഓക്കെ, കറണ്ട് പുറത്തേക്ക് എവിടെയും ലീക്കില്ല എന്നർത്ഥം. അതായത് ഈ ബോർഡിനുള്ളിൽ, പുറത്തുള്ള ബോർഡിൽ ലീക്കില്ല. അപ്പോൾ EB ഓഫീസിൽ നിന്ന് വന്നവരോട് ചോദിച്ചു ഇത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് ചോദിച്ചു. ഇവർ പറഞ്ഞു സിമ്പിളാണ്, ഈ ഫ്യൂസ് മാറ്റിയാൽ മതി. ഫ്യൂസും താഴെ ഉള്ളിലേക്ക് പോകുന്ന വയറ്, ഒരു 1/2 മീറ്റർ വയർ മാത്രം മതി, അത് ചേഞ്ച് ചെയ്താൽ ശരിയായിക്കോളൂ പറഞ്ഞു. അപ്പോൾ ഞാൻ വാങ്ങി വന്നു, ശരിയാക്കി. ഏകദേശം 200 രൂപ മാത്രമേ അതിന് ചിലവായിട്ടുള്ളൂ. ബോർഡിൽ നിന്നും ഭൂമിയിലേക്ക് പോകുന്ന വയർ, മെൽട്ടായിട്ടുള്ള വയർ മാറ്റി, ഫ്യൂസും മാറ്റാൻ പറഞ്ഞു, മാറ്റി. അപ്പോൾ ഇതിൻ്റെ കാരണം, ഈ മെൽട്ടാകാനുള്ള കാരണം, 1 മാസം മുന്നേ ഇവിടെ ശക്തമായ കാറ്റും മഴയും ഉള്ളത് കാരണം ഇവിടെയുള്ള 5 പോസ്റ്റുകൾ തകരുകയും, അതായത് മരം പൊട്ടി വീണ് തകർന്നത് കൊണ്ട് ഓവർ വോൾട്ടേജ് വന്ന് ഈ വയറ് മെൽട്ടായത് കൊണ്ടാണ് ഭൂമിയിലേക്ക് കറണ്ട് പാസ് ചെയ്തത്. അതാണ് മെയിൻ കാരണം. അതുപോലെ അത് അന്നേരം ശ്രദ്ധിച്ചില്ല. കാരണം കറണ്ട് വീട്ടിലേക്ക് വരുന്നത് കൊണ്ട്, വീട്ടിനുള്ളിലേക്ക് കറണ്ട് വരുന്നത് കൊണ്ട് കറണ്ട് ഉണ്ട്, പക്ഷേങ്കിൽ ഇതുപോലെ ഭൂമിയിലേക്കും പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ EB യൂണിറ്റ് കൂടുന്നതിലോ അല്ലെങ്കിൽ ബില്ല് വരുന്ന എമൗണ്ട് ജാസ്തി വരുന്നതിലോ സംശയമുണ്ടെങ്കിൽ, നിങ്ങൾ ഉടനെ ഒന്ന് ചെക്ക് ചെയ്യുക. ആദ്യം ഉള്ളിലുള്ള എല്ലാ സ്വിച്ചും ഓഫ് ചെയ്തിട്ട് വന്ന് ഫ്ലാഷ് ലൈറ്റ് നോക്കിയാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ചെയ്യേണ്ടത് ചെരുപ്പ് ധരിക്കണം. ചെരുപ്പ് ധരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ബോർഡ് തൊടാൻ പാടുള്ളൂ. അതുപോലെ ടെസ്റ്റർ ഉണ്ടെങ്കിൽ ബോർഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ മീറ്ററിന്റെ താഴെ മുറ്റത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ബോർഡ് തൊടരുത്. അത് വളരെ അപായമുള്ള ഒരു സംഭവമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾ ഇത് എല്ലാവർക്കും അറിയണമെന്നില്ല, അത് അറിയാത്തവർക്കും ഒന്ന് ഈ ഷെയർ ചെയ്യുക. ഒന്ന് അവരും ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടെ. കാരണം ആർക്കെങ്കിലും ഇത് ഉപകാരമാണെങ്കിൽ അവർക്കും പൈസ ഒന്ന് ലാഭിക്കുന്നതിലൊന്നും പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് അടുത്ത് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.